കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണത്തിന് കോടതി അനുമതി. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയാണ് അനുമതി നൽകിയത്. ബിജെപി ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിലാണ് പുനരന്വേഷണത്തിന് അനുമതി നൽകിയത്. 90 ദിവസത്തിനകം അന്വേഷണം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഈ ഒരു തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു, പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പ് സമയത്ത്. അതിലാണിപ്പോൾ ഒരു അന്വേഷണം ഉണ്ടാകുന്നത്. വിവരങ്ങൾ നൽകാം. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തിരൂർ സതീശൻ നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുനരന്വേഷണത്തിന് ഇടവരുത്തിയിരിക്കുന്നത്. നേരത്തെ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് അനുമതി നൽകിയിരുന്നു. നവംബർ 13-ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടും DGP ഉത്തരവിറക്കിയിരുന്നു. തൃശൂർ റേഞ്ച് DIG തോംസൺ ആണ് അന്വേഷണ സംഘ DIG തോംസൺ ജോസിനാണ് അന്വേഷണ മേൽനോട്ടം. കൊച്ചി DCP സുദർശൻ IPS ആണ് അന്വേഷണ സംഘത്തലവൻ. നിലവിൽ കേസിൽ അന്വേഷണം നടത്തിയ പഴയ സംഘത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന നിലവിലെ കൊടുങ്ങല്ലൂർ DYSP VK രാജു ആണ് പഴയ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട നിലവിലെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഒരേ ഒരു ഉദ്യോഗസ്ഥൻ. കേസ് അന്വേഷണത്തിന് സർക്കാർ തീരുമാനമെടുത്തിരുന്നെങ്കിലും കുറ്റപത്രം സമർപ്പിച്ച കേസിൽ തുടരന്വേഷണം നടത്തുന്നതിന് കോടതി അനുമതി കൂടി ആവശ്യമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ ഇരിങ്ങാലക്കുട കോടതിയിൽ പോലീസ് പുനരന്വേഷണത്തിന് അനുമതി തേടി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്മേൽ അന്തിമ തീരുമാനമെടുത്തുകൊണ്ട് ഇന്നാണ് കോടതി ഹർജി പരിഗണിച്ച് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം അറിയിച്ചതും ഉത്തരവിട്ടതും. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണം നടത്താമെന്ന് കോടതി അനുമതി നൽകിയിരിക്കുന്നു. ഇതേ തുടർന്ന് അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. നാളെ 11 മണിക്ക് രാവിലെ തൃശൂർ പോലീസ് ക്ലബ്ബിൽ വെച്ച് സതീശന്റെ മൊഴിയെടുക്കും. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തും. നേരത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K സുരേന്ദ്രനെ അടക്കമുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് നേരത്തെ മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഈ കർണാടകത്തിൽ നിന്നടക്കം വൻതോതിൽ കള്ളപ്പണം ഈ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി BJP എത്തിച്ചിരുന്നു എന്നുള്ളതായിരുന്നു സതീശന്റെ വെളിപ്പെടുത്തൽ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം വിവരങ്ങൾ പുറത്തു വന്നത് നമുക്കറിയാം. കൊടകരയിൽ ഒരു വാഹനം അപകടത്തിൽപ്പെടുകയും ആ അപകടത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനകളിൽ ഈ വാഹനത്തിൽ പിന്നീട് ഒരു കവർച്ചാ സംഘത്തിലേക്ക് എത്തുകയും ഈ കവർച്ചാ സംഘത്തിനെതിരെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ധർമ്മരാജൻ പരാതി നൽകുകയും ഈ പരാതിയിൽ തന്റെ പണം ഈ കവർച്ചാ സംഘം കവർന്നെടുത്ത് രക്ഷപ്പെട്ടതായുള്ള പരാതി നടത്തുകയും ചെയ്തു. ഈ പരാതി അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് വിശദമായ ഒരു അന്വേഷണം നടത്തിയ പോലീസ് സംഘം ഇത് കള്ളപ്പണമാണെന്ന് കണ്ടെത്തുകയും 3 കോടിയിലേറെ രൂപ കള്ളപ്പണമായി ഇത്തരത്തിൽ എത്തിയെന്നും ഇത് തൃശ്ശൂരിൽ നിന്നും ആലപ്പുഴയിലേക്ക് പണം എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഘാംഗങ്ങൾ നീക്കം നടത്തിയതെന്നും അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഇതിന് പിന്നാലെ BJPയുടെ പണമാണ് ഇതെന്നും അത് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ പങ്കുണ്ടെന്നുമുള്ള ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉയർന്നു. ഇത്തരത്തിൽ കേസ് അന്വേഷണം പുരോഗമിക്കവേ പാതി വഴിയിൽ അന്വേഷണം നിലയ്ക്കുകയും ഈ പ്രതികളെ മാത്രം ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളെ മാത്രം കുറ്റക്കാരായി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയുമാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇത്തവണ നടന്ന ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് BJPയുടെ തൃശൂർ ജില്ലയിലെ മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീശൻ ഇത് സംബന്ധിച്ചൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. K സുരേന്ദ്രൻ അടക്കം ഈ ചർച്ച നടത്തിയതിനു ശേഷമാണ് ഈ പണം എത്തിയതെന്നും K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടെന്നും കൂടുതൽ കാര്യങ്ങൾ തനിക്കറിയാമെന്നും BJP ഓഫീസിൽ പണം എത്തിച്ചത് ചാക്കുകെട്ടുകളിലായാണെന്നും ഈ പണമിടപാട് നടത്തിയതിൽ BJPയുടെ തൃശൂർ ജില്ലാ നേതൃത്വത്തിനടക്കം പങ്കുണ്ടെന്നും ഇത് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ഉണ്ടെന്നുമൊക്കെ സതീശൻ ആരോപണം ഉന്നയിച്ചിരുന്നു. ആരോപണം ഉന്നയിച്ച സതീശൻ ഉന്നയിച്ചതിന് പിന്നാലെ BJP ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും സതീശനെ തള്ളിപ്പറഞ്ഞു. BJP പുറത്താക്കിയ ആളാണ് സതീശൻ. ഇപ്പോൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളടക്കം ആരോപണങ്ങളായി BJP നേതൃത്വവും പറഞ്ഞു. ഇതിന് പിന്നാലെ വലിയ വിവാദമായി മാറിയതോടെയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ വിഷയം ഏറ്റെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ പുനരന്വേഷണം തീരുമാനിക്കുകയും ചെയ്തത്. ഏതായാലും ആ അന്വേഷണത്തിലേറെ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു. കോടതി നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയാണ് അന്വേഷണത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പസമയങ്ങൾക്കകം സതീഷിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാകും. ഏതായാലും സതീഷിന്റെ പ്രതികരണത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. സ്വാതി. ശരി ലെവിൻ, എന്തായാലും കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണത്തിന് കോടതി അനുമതി ഉണ്ടായിരിക്കുന്നു. ആ വിവരങ്ങളാണ് ലെവിൻ നൽകിയത്.